പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, ജോലിയില്ലാത്തവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, ഏജ് ഓവറാകാൻ പോകുന്നവരെ, വിവാഹത്തിന് ഏജ് ഓവറായിരിക്കുന്നവരുണ്ട്, 39, 40, 45 വയസ്സൊക്കെ ഉള്ളവരുണ്ട്. അവരിവിടെ വിവാഹത്തിന് വേണ്ടി ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവരെല്ലാം ഈ പാനൽത്താരയിൽ ഓർക്കുന്ന കുടുംബത്തിലെ സാമ്പത്തിക ബാധ്യതകൾ വന്നിട്ടുള്ളവർ, വസ്തുവെക്കപ്പെടാത്തവർ, വസ്തുവുമില്ല, വീടുമില്ല, സ്ഥലവുമില്ലാത്തവർ, പോയി രക്ഷപ്പെടാൻ വേണ്ടി മക്കളും ഇല്ലാത്തവരുണ്ട്. ചിലക്കൊക്കെ മക്കളുണ്ട്, അവർക്ക് ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ട്. ചിലക്ക് അതുപോലും ഇല്ലാത്ത പ്രതീക്ഷയില്ലാത്തവരുണ്ട്. ദൈവമാണ് അവരുടെ പ്രതീക്ഷ. കർത്താവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. കർത്താവെ, ഗതി പിടിക്കാൻ ഒരു പ്രതീക്ഷ പോലും വകയില്ലാത്തവരുണ്ട്. എബ്രാഹാം പോലും കർത്താവെ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തവനായിരുന്നു. അതുപോലെ ഒരു പ്രതീക്ഷയ്ക്ക് രക്ഷപ്പെടാനുള്ള പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തവരുടെ പ്രതീക്ഷ അങ്ങ് തന്നെയാണെന്നുള്ള ബോധ്യം പരിശുദ്ധയുടെ മാധ്യസ്ഥ ലഭിക്കട്ടെ. ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് പ്രയാസമിക്കുന്നവർ, കുഞ്ഞുങ്ങൾക്ക് ഉന്നതമായ വിദ്യാഭ്യാസത്തിന് അഡ്മിഷൻ കിട്ടാത്തവർ, സമാധാനം ഇല്ലാത്തവർ, ജോലി ശമ്പളം തടഞ്ഞു വെച്ചിരിക്കപ്പെട്ടിരിക്കുന്നവർ, ഉദ്യോഗം ഗവൺമെൻറ് അക്കൗണ്ട് പാസ്സാക്കാത്തവർ, അങ്ങനെ കേസ് അകപ്പെട്ടിരിക്കുന്നവർ, കോടതി കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നവർ, സാമ്പത്തിക ബാധ്യതകൾ, വിഷമങ്ങൾ അനുഭവിക്കുന്നവർ, എല്ലാ മേഖലകളിലും കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥര് യേശുവിൻ്റെ നാമത്തിൽ ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ആരാധന 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 കർത്താവേ, സ്തുതി കർത്താവേ. നമുക്ക് മുട്ടുകുത്താം. കരങ്ങൾ കുത്തി ഉടമ്പടി ധ്യാനത്തിലൂടെ ഇന്നേ ദിനം പരിശുദ്ധമ്മ ഈശ്വരനാഥൻ നമുക്ക് വെളിപ്പെടുത്തിയ എല്ലാ സന്ദേശങ്ങളെയും ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. ഉടമ്പടി ജീവിതം ഹെവി ഡ്യൂട്ടി പ്രോജക്റ്റ് പ്രയറാണെന്ന് ധ്യാനത്തിൻ്റെ ആരംഭത്തിൽ നമ്മോട് സൂചിപ്പിച്ചു. നമ്മുടെ മെറിറ്റുകളൊക്കെ ഇല്ലാതാകുമ്പോൾ ഒരു മെറിറ്റുമില്ലെങ്കിലും ദൈവകൃപയിൽ ആശ്രയിച്ച് വിശ്വസ്തയോടെ ഉടമ്പടി ജീവിച്ച് സുവിശേഷ പ്രവർത്തനങ്ങളിൽ ദൈവത്തെ അറിയിച്ചും ദൈവത്തെ അറിയുന്നവരെ അതിൽ ആഴപ്പെടുത്തിയും നമ്മുടെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുമ്പോൾ കാരുണ്യ പ്രവൃത്തികളിലൂടെ ദൈവസ്നേഹത്തോടെ മറ്റുള്ളവരോട് ഇടപഴകുവാൻ തയ്യാറാകുമ്പോൾ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ സൗഖ്യപ്പെടുത്തുന്ന, നിത്യം സഹായിക്കുന്ന ഈശോയുടെ സാന്നിധ്യത്താൽ, സ്പർശനത്താൽ നമ്മുടെ ജീവിത വിഷയങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഏറ്റെടുത്ത് നമ്മളെ അനുഗ്രഹിക്കുകയും നയിക്കുകയും ചെയ്യുമെന്ന് അച്ഛൻ്റെ സന്ദേശത്തിലൂടെ, ധ്യാനത്തിലൂടെ നാം ഇന്ന് മനസ്സിലാക്കുകയായിരുന്നു. പ്രിൻസിയുടെ ജീവിതത്തിൽ എന്തൊക്കെ കുറവുകളുണ്ടായിരുന്നിട്ടും പ്രായത്തിൻ്റെ കുറവ്, വിശ്വാസ ജീവിതത്തിൻ്റെ തകർച്ച, ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ ഒക്കെ കുറവുകൾ പറയുവാൻ ഏറെ ഉണ്ടായിരുന്നിട്ടും ഉടമ്പടി തൈലം, ഉടമ്പടി എടുത്തൊരു വ്യക്തി വിശ്വാസപൂർവം കുരിശടയാളം വരച്ച് നെറ്റിത്തടത്തിൽ പൂശിക്കൊണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങിയ നിമിഷം മുതൽ ആ ജീവിതത്തിൽ വന്ന വലിയ മാറ്റങ്ങളെ
മറ്റുള്ളവർ തനിക്ക് ലഭിക്കില്ല എന്ന് പറയുന്ന വിസയ്ക്ക് വേണ്ടി ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവനാമത്തെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ, മഹത്വപ്പെടുത്തുമ്പോൾ അതെനിക്ക് അനുഗ്രഹത്തിന് കാരണമാകുന്നു ഉറച്ചു വിശ്വസിച്ച്, പ്രിൻസി ഇത് സമർപ്പിക്കുക, പ്രായമേറിയെങ്കിലും ഇതെനിക്ക് അനുവദിച്ച് കിട്ടുമെന്ന ഏജൻസിയോട് പറയുന്നതും മകൾക്കത് ചുരുക്ക ദിവസങ്ങൾക്കുള്ളിൽ 6 ദിവസങ്ങൾക്കുള്ളിൽ അനുവദിച്ച് കിട്ടി അനുഗ്രഹിക്കപ്പെടുന്നതിനെയും നാം ഇന്ന് സവിസ്തരം ഉടമ്പടിയുടെ ഓരോ മേഖലകളിലൂടെയും കേട്ട് ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. നമ്മുടെ എല്ലാ രോഗാവസ്ഥകളെ, ജീവിത പ്രതിസന്ധികളെ, കുടുംബത്തിൻ്റെ എല്ലാ വേദനകളെ, തകർച്ചകളെ, പരീക്ഷയിലെ പരാജയങ്ങളെ, വിശ്വാസ ഓരോന്നും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഒരു നവസൃഷ്ടിയായി, വിശ്വസ്തയോടെ ഉടമ്പടി ജീവിക്കുന്ന ഒരു വ്യക്തിയായി, ദൈവനാമത്തെ മഹത്വപ്പെടുത്തി സുവിശേഷ കൈമാറ്റം ചെയ്യുന്ന വ്യക്തിയായി എന്നെ തന്നെ ഞാൻ വളർത്തുകയും നയിക്കുകയും ചെയ്യുമെന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് വാക്ക് കൊടുക്കാം. 40 വർഷത്തിലേറെ ഒരു വഴിക്ക് വേണ്ടി പരിശ്രമിച്ചിട്ട് അത് ലഭിക്കാതെ ഏറെ ക്ലേശിച്ച മകൻ ഷിബിൻ ഉടമ്പടി ഉപ്പ് വിശ്വാസത്തോടെ മണ്ണിൽ വിതറുകയും അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ വസ്തുവിൻ്റെ ഉടമ അവിടമെത്തി അവിടുന്ന് വഴി കൊടുത്തുകൊണ്ട് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, അത്ഭുതങ്ങൾ അടയാളങ്ങളിലൂടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്ന അമ്മ, കൂടെ നിന്ന് പ്രവർത്തിക്കുമെന്ന സാക്ഷ്യം ആ മകൻ്റെ ജീവിതത്തിലൂടെ നാം ഇന്ന് കേട്ടുകൊണ്ടിരുന്നു. നമ്മുടെ ജീവിതത്തിൽ എല്ലാം അവസാനിച്ചുവെന്ന്, എത്ര ചോദിച്ചിട്ടും ലഭിക്കുന്നില്ല എന്ന് കരുതുന്ന എല്ലാ മേഖലകളെയും ഈശ്വര ദിവ്യകാരുണ്യത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല. രക്ഷിക്കുവാനാവാത്ത വിധം അവിടുത്തെ കരം കുറുകിപ്പോയിട്ടില്ല. കർത്താവേ, ഞങ്ങളുടെ കണ്ണീര് അവിടുന്ന് ഒപ്പണമേ, ഞങ്ങളുടെ പ്രാർത്ഥനയെ അവിടുന്ന് കേൾക്കണമേ, ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് ക്രമപ്പെടുത്തണമേ. ഉടമ്പടിയിൽ കൂടുതൽ വിശ്വസ്തയോടെ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ വിഷയങ്ങളെയും അമ്മ മാതാവ് വഴി ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് കരം ഉയർത്തി, സ്വരം ഉയർത്തി ഒരുമിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തുതി കർത്താവേ, ആരാധന ആരാധന കർത്താവേ, മഹത്വം കർത്താവേ. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഈ ധ്യാനം കൂടി പങ്കുചേരുന്ന മക്കൾ ഓരോരുത്തരെയും ആശീർവദിക്കണമേ. ജീവിത വിഷയങ്ങളുടെ മേൽ തീരുമാനം നൽകണമേ. ഹല്ലേലൂയ. സ്തുതി കർത്താവേ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 യേശുവേ ആദ്യ മഹത്വം 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 മഹത്വം. പരിഗണിക്കാത്തിടത്ത് വെച്ച്, നമ്മളെ ദൈവതിരുസന്നിധിയിൽ പരിഗണിക്കാതിരിക്കുന്ന സ്ഥലത്ത് വെച്ച്, അല്ലെ നമ്മളെ മറ്റുള്ളവർ പരിഗണിച്ചില്ല എന്നതിൻ്റെ പേര് നമുക്ക് നൊമ്പരം തോന്നാത്തിടത്ത് വെച്ച് ആണ് എളിമ ആരംഭിക്കണത്. എളിമയെന്ന് പറഞ്ഞ് ജലദോഷം പിടിച്ച് നടന്നിട്ട് കാര്യമില്ല. നമ്മുടെ കയ്യിലൊക്കെ വന്നിരിക്കുന്ന ആധ്യാത്മികതയിൽ വന്നിരിക്കുന്ന വിഷയം നമ്മൾ നെഗളത്തിന് എളിമ എന്ന് പറയും, അല്ലേ? നെഗളം അഹങ്കാരത്തിന് എളിമ എന്ന് പറയും. പക്ഷേ എളിമ എന്ന് പറയണ എന്താണ്? അത് കൃപ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സുവിശേഷ സൂത്രമാണ്. ഏതെങ്കിലും കാരണവശാലും നിന്നെ തള്ളിക്കളയുക, നിന്നെ ഓഫീസിൽ നിന്ന് തള്ളിക്കളയുക, ഇൻ്റർവ്യൂവിന് ഔട്ടാക്കുക എന്നിട്ട് നിങ്ങൾ പറയത്തില്ലേ, എന്നേക്കാൾ മാർക്ക് കുറഞ്ഞവരെയാണ് അവരെടുത്തത്, എന്നെ എടുത്തില്ല എന്ന് പറയും. എന്നേക്കാൾ മാർക്ക് കുറഞ്ഞവരെടുത്ത് എന്നെ എടുത്തില്ല, അപ്പോൾ അവരെന്നോടെന്തോ അനീതി കാണിച്ചു എന്നാണ്. എൻ്റെ ദൈവവേദന, നിങ്ങൾക്ക് പരിചയവും ബന്ധം ഉള്ളവരും ബന്ധമില്ലാത്തവരും നിങ്ങളോട് എന്ത് കാണിച്ചു എന്നുള്ളത് ദാറ്റ് ഡസൻറ്റ് മേക്ക് എനിത്തിങ്. എന്താ കാര്യം? നിങ്ങളോട് നീതി കാണിക്കാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. ആരാണ്? നിങ്ങൾക്ക് വേണ്ടി ജീവൻ ചൊരിഞ്ഞവൻ.
അവൻ നിന്നെ ഫൊർസേക്ക് ചെയ്യാത്തോടത്തോളം, നിന്നെ അവഗണിക്കാത്തോടത്തോളം കാലം നീ നട്ടലോടുകൂടി നിൽക്കണം. അവൻ നിന്നെ എന്താ ഇങ്ങനെ നിൽക്കണം എന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമുക്ക് ഈ സാന്നിധ്യത്തെക്കുറിച്ച്, ദൈവസാന്നിധ്യത്തെക്കുറിച്ച് ഒരു ബോധം ഉണ്ടാകണം. കാര്യം നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഒരു ഉള്ളുപദേശം കിട്ടാത്തത്? എന്തുകൊണ്ടാണ്? അതായത് നിങ്ങൾക്ക് ഉള്ളുപദേശം കിട്ടണില്ലെങ്കിൽ നിങ്ങൾ യു ആർ സീസ് ടു എക്സിസ്റ്റ് ആസ് എ ക്രിസ്ത്യൻ. ഒരു ക്രിസ്ത്യൻ നിലയിൽ നിങ്ങൾ അസ്തമിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഉള്ളുദ്ദേശം എന്ന് പറയുന്നത്, എന്തെങ്കിലും നമ്മൾക്ക് ഇടറവോ ഒരു പരാജയമോ സംഭവിച്ചാൽ ഉടനെ നമ്മുടെ ഉള്ളിൽ നിന്ന് നീ വലത്തോട്ട് എത്ര വചനം 20 30:21 വായിച്ചോളൂ. ഉള്ളുദ്ദേശം പറഞ്ഞോളൂ. ഏഷ്യ 30:21 എന്താ പറയണത്? വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. അപ്പൊ ഉള്ളിൽ നിന്ന് ഉള്ളു ഉപദേശം എന്നും പറഞ്ഞ് ഒരു ആധ്യാത്മികമായ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. ഇത് എപ്പോഴാണ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഉടമ്പടി എടുക്കുമ്പോൾ. കാര്യം പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്ത ആ സാഹചര്യങ്ങൾ ഉടമ്പടിക്കാർ അവോയ്ഡ് ചെയ്യണം. കാരണം പരിശുദ്ധാത്മാവ് ഇപ്പോൾ എഫേസ്യസ് 4:30, 1 തെസ്സലോനിക്കർ 5:19 എന്ന് വായിച്ചോളൂ. ശ്രുതികട്ടെ. എഫേസ്യസ് 4:30 പറഞ്ഞോളൂ. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. മനസ്സിലായില്ലേ? ഈ ഉള്ളുപദേശം കിട്ടാത്തത് എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് വേദനിച്ചിരിക്കണ കൊണ്ടാണ്. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് വേദനിച്ചിരിക്കുന്നത്? നിങ്ങൾ വേറെ അരൂപിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണ കൊണ്ടാണ്. ദുഷ്ടാരൂപി, മനുഷ്യാരൂപിക്കൊക്കെ അല്ലേ? അതായത് വിനയപ്പെടാതിരിക്കുമ്പോൾ നിങ്ങൾ ഒരു മത്സരത്തിലാണ്. നിങ്ങളൊരു മത്സരത്തിലാണെങ്കിൽ നിങ്ങളെ ബൂസ്റ്റ് ചെയ്തിരിക്കുന്നത് ഹ്യൂമൻ സ്പിരിറ്റാണ്, ദൈവാരൂപിയല്ല, പരിശുദ്ധാരൂപിയാണ്. കാര്യം ദൈവത്തെ നഷ്ടപ്പെടാതിരുന്ന കാലം വേറെ ബന്ധമോ സ്വന്തമോ എന്ത് നഷ്ടപ്പെട്ട എന്നാ? അവളെന്നെ ഫോൺ വിളിച്ചിട്ട് കുറേ നാളായി, സാരമില്ല. ഇത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് എൻ്റെ അർത്ഥം. ചില ആൾക്കാർ സ്ഥിരം നിൽക്കുന്ന ഫോൺ വിളിക്കുന്ന ആൾക്കാർ വിളിക്കണില്ലെന്ന് വിചാരിച്ചോ? നിങ്ങൾക്കത് വല്ലാണ്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലേ നിങ്ങളൊരു പോക്ക് സ്ത്രീയാണെന്ന് പറയാം, അല്ലെ പുരുഷനാണ്. എന്താ കാര്യം? മനുഷ്യന് നിങ്ങൾ ഓവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നു ദൈവത്തെക്കാൾ ഉപരി. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ യു മസ്റ്റ് വീപ്പ്. എന്താ കാര്യം? അപ്പം നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാകണം. നിങ്ങൾക്ക് ദൈവദർശനത്തിൽ വരാൻ കഴിയുന്നില്ലെങ്കിൽ, നമുക്കറിയാമല്ലോ ഏത് പാപാവസ്ഥയിലാണെങ്കിലും ദൈവം ചെയ്യണൊരു കാര്യം, ഒരു ത്രെഡ് ഇട്ടേക്കും. എന്താണ്? തൻ്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയത്തില്ല. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പാപാവസ്ഥയൊക്കെ വരുമല്ലോ, മനുഷ്യന്മാരുടെ ജീവിതമല്ലേ, ചിലപ്പോൾ അറിഞ്ഞു വരും, അറിയാതെ വരും. പക്ഷേ നിങ്ങൾക്ക് അറിഞ്ഞ് വന്നിട്ടും നിങ്ങൾക്ക് പ്രെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് വചനം വായിക്കാൻ പറ്റുന്നുണ്ടോ എങ്കിൽ യു ആർ ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവതിരുസന്നിധിയിലാണ്. നിങ്ങൾക്കത് ഒന്നുമേ പറ്റണില്ല എന്നുണ്ടെങ്കിൽ യു ആർ ഡിപ്രൈവ്ഡ്. നിങ്ങൾ പുറത്താക്കപ്പെട്ടവനാണ്. ശ്രദ്ധിക്കുക. കർത്താവായ ദൈവമേ, ഈശോയെ, ഞാൻ പാപാവസ്ഥയിലാണെങ്കിൽ അങ്ങ് എന്നെ കൈവിട്ടതുപോലെ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ നിരാശയിലാണെങ്കിൽ, എനിക്ക് ആ കാര്യത്തില് ദുഃഖമുണ്ടെങ്കിൽ ഈശോ എന്നെ പുനഃക്രമീകരിക്കണം, എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ പുനഃപ്രതിഷ്ഠിക്കണമേ. അതെന്താ മക്കളെ, എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ദൈവത്തിൻ്റെ
ദൈവം ഒരേ സമയം തന്നെ ആരാണ്? വ്യക്തിയുമാണ്, ശക്തിയുമാണ്. കാരണം ഉടമ്പടിയുടെ ബേസിക് പ്രിൻസിപ്പിൾ എപ്പോഴും ഞാൻ ആൾക്കാർക്ക് കിട്ടുന്നത് ഈ ധ്യാനത്തിൽ നില കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ആത്മാവ് എന്നോട് ഈ സമയത്ത് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങളിതെല്ലാം ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടും ഇരിക്കണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയുടെ ഇന്ന് ഉടമ്പടി ധ്യാനം തുടങ്ങിയപ്പോൾ തന്നെ ആത്മാവ് എന്താ പറഞ്ഞത്? ഉടമ്പടിയുടെ ഏറ്റവും വലിയ ആനുകൂല്യം എന്ന് പറയുന്നത് ദ പ്രസൻസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. നിങ്ങൾ പറയുന്ന IELTS ജയിക്കുകയോ PR കിട്ടുകയോ പ്രൊമോഷൻ കിട്ടുകയോ വസ്തു വിൽക്കുകയോ ഇതൊന്നുമേ അല്ല. ഇതെല്ലാം ഇഫക്റ്റാണ്. കോസ് എന്ന് പറയണത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഉടമ്പടി എടുക്കുന്ന വഴി നിങ്ങളിൽ വന്നു ചേരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അതുകൊണ്ടാണല്ലോ ജോഷുവ 1:9 പറയണത്, വേറെവർ യു ഗോ ഐ ആം വിത്ത് യു. നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാൻ ഉണ്ടാകും. ഞാൻ ഉണ്ടാകാത്തൊരു സാഹചര്യം പ്രസൻസ് ഫീൽ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ദൈവത്തിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ടെന്നാണ്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുകയും നിർവീര്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കീപ് ദ മിനിമം ഹോളി സ്പിരിറ്റ് എന്ന് പറയും, അച്ഛനിടയ്ക്ക് പറയും. എന്തുകൊണ്ടാണ് ഉടമ്പടിയിൽ കത്തോലിക്കരാണെങ്കിൽ 2 പ്രാവശ്യം 2 ആഴ്ചയിൽ കുടുംബ കുമ്പസാരിക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് മറ്റ് കത്തോലിക്കരല്ലാത്തവരോട് നിങ്ങൾ മനസ്സാക്ഷിയിൽ വിശുദ്ധി കീപ്പ് ചെയ്യാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇത് പരിശുദ്ധാത്മ പ്രവർത്തിക്കാൻ പറ്റിയ ഒരു ഫോർമാറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഈടറിവോ നിങ്ങളുടെ ഇപ്പോൾ തന്നെ അതുലിൻ്റെ പ്രശ്നം എന്താണ്? അതുലിനെ ബാങ്കിൽ നിന്ന് ഡിപ്രൈവ് ചെയ്തില്ലേ അവൻ? ബാങ്ക് മാനേജർ പറഞ്ഞില്ലേ നിങ്ങൾക്ക് സിവിൽ പോയിൻറ്റ്സ് കുറവാണ്, അതുകൊണ്ട് ഇത് കിട്ടാനൊരു മാർഗ്ഗവും ഇല്ല എന്ന് പറഞ്ഞു വിട്ടില്ലേ? അപ്പോഴെന്താ അതുൽ ചെയ്യണത്? ഉടമ്പടി അപ്പം എൻ്റെ 90 ദിവസമായി, ഓണയുടെ ഉടമ്പടി 90 ദിവസമായി. അതുകൊണ്ട് ഞാൻ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തെന്ന്. തീർത്ഥാടന ഉടമ്പടി എടുത്ത് കഴിഞ്ഞോടുകൂടി സിറ്റുവേഷൻസ് എല്ലാം അങ്ങോട്ട് മാറുകയും ഇപ്പം പറയണത് എനിക്ക് പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും ഒക്കെ ചുമ്മാ പണം എനിക്ക് തരാൻ തുടങ്ങിയെന്ന്. അടുപ്പക്കാരും അടുപ്പമല്ലാത്തവരും എല്ലാം കാര്യങ്ങൾ അറിഞ്ഞ് തിരക്കി വന്ന് അങ്ങനെ എനിക്ക് യൂണിവേഴ്സിറ്റി കൊടുക്കാനുള്ള ഈ കണ്ടീഷണൽ ഓഫർ ലെറ്റർ മാറ്റിയിട്ട് കറക്റ്റ് ഓഫർ ലെറ്റർ ആക്കാൻ വേണ്ടി എനിക്ക് 7.5 ലക്ഷം രൂപ വേണമായിരുന്നു. അത് പെട്ടെന്ന് എനിക്ക് അറിയാത്ത അജ്ഞാതമായ സോഴ്സിൽ നിന്നൊക്കെ എനിക്ക് മാതാവ് പണം തന്നെന്നാണ്. അതായത് നിങ്ങൾക്കറിയണം, ഇത് സുവിശേഷം എന്ന് പറയുന്നത് ഒരു പണം ഇങ്ങനെ അടിച്ചു മാറ്റുന്ന സുവിശേഷമല്ലേ ഇത്. മറിച്ചെന്ന് പറയുന്നത് അവൻ്റെ ഒരു അവസ്ഥയിൽ വന്നപ്പോൾ ദൈവം ഹെൽപ്പ് ചെയ്ത കാര്യങ്ങൾ അവൻ പറയുകയാണ്. അല്ലാതെ നിങ്ങളത് ആവശ്യമില്ലാത്തൊരു മെക്കാനിസത്തിനകത്ത് പ്രതീക്ഷിക്കരുത്. മറിച്ച് നിങ്ങളെ നിലനിർത്തി തരും. ആ 7.5 ലക്ഷമാണ് വേണ്ടത് അവന്, അല്ലെങ്കിൽ അവൻ ഔട്ടായി പോകും. അപ്പോൾ ദൈവം ആ സീറ്റ് അവന് കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവൻ്റെ കണ്ടീഷൻ ലെറ്റർ മാറ്റിയിട്ട് കറക്റ്റ് ഓഫർ ലെറ്റർ കൊടുക്കാൻ വേണ്ടി അത്രയും പണം അവന് കൊടുത്തു. പിന്നീട് പതുക്കെ എല്ലാ കാര്യങ്ങളും റീസെറ്റ് ചെയ്യണ കാണാം അതിമനോഹരമായ രീതിയിൽ. അതുകൊണ്ടാണ് അവൻ ആദ്യം പറയുന്നുണ്ട് എൻ്റെ ആസ്തി എന്ന് പറയുന്നത് എൻ്റെ വിശ്വാസമാണ്. പിന്നെ എനിക്കുള്ളത് എന്താണ്? ഉടമ്പടിയിലൂടെ പിന്നെ ഉള്ളത് അവൻ്റെ അതായത് ഉടമ്പടി എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടൊരു കാര്യം പറയാം. എന്താണ്? നമ്മുടെ ഗ്രേസ് ലെവല്, നമ്മുടെ മെറിറ്റ് 35% ആണെങ്കിലും നിങ്ങൾക്ക് എൻഗ്രേസ് ചെയ്ത് 65% ഫില്ല് ചെയ്യാനുള്ള എല്ലാവിധ നടപടിക്രമങ്ങളും ഉടമ്പടിയിലുണ്ട്. അതുകൊണ്ടാണ് അച്ഛൻ എപ്പോഴും പറയണത് ഇത് ചൊല്ലണ പ്രാർത്ഥനയല്ല. ഞാനാണ് കൗണ്ടറിൽ ഇരിക്കണമെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇവിടെ കൃപാസനത്തിൽ വരുന്ന 70% ആൾക്കാരെ കൂടെ ഞാൻ ഉടമ്പടി എടുപ്പിക്കത്തില്ല. അപ്പം ഞങ്ങൾ പിറ്റേ ദിവസം ഉടമ്പടി ധ്യാനം ഓൺലൈനിൽ റൂമിലിരുന്ന് കൂടിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഞാനും എൻ്റെ മോളും ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ സഹോദരങ്ങളും കൂടെ വന്ന് ഞങ്ങളെല്ലാവരും കൂടെ വേഗം കൃപാസനത്തിലേക്ക് വന്നു. ആ സമയത്ത് ഇവിടെ കൃപാസനം അടച്ചിട്ടിരിക്കുക സാനിറ്റൈസേഷൻ ആയതുകൊണ്ട്. അപ്പം ഞങ്ങൾക്ക് അകത്തൊന്നും കയറാൻ പറ്റിയില്ല. ഞങ്ങൾ അവിടുന്ന് ജപമാല ചൊല്ലി വന്ന് ഞങ്ങൾ ഈ പുറത്ത് നിന്ന് മാതാവിൻ്റെ രൂപത്തിൻ്റെ മുന്നേ വന്ന് നിന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ മുഴുവൻ സമയവും പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ,
അവന് സർജറി ഇല്ലാതെ ആക്കുവാണെങ്കിൽ എനിക്ക് ഏറ്റവും സന്തോഷം. അതല്ല സർജറി വേണമെന്നുള്ളതാണെങ്കിൽ അമ്മ കൂടെ കാണണേ, അമ്മ തന്നെ അത് ചെയ്യണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആ സുഗന്ധ അഭിഷേകം രൂപത്തിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടായി. എന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അന്നേരം ഞങ്ങൾ പറഞ്ഞു ഒന്നും കൂടെ സ്കാൻ ചെയ്ത് നോക്കണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെയ്യേണ്ടതാ, പിന്നെ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ സ്കാൻ ചെയ്തു. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു സർജറി ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത്, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ ഭാവിക്കട്ടെ, ആ തിരുവചനമാണ് എൻ്റെ മനസ്സിൽ വന്നത്. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോയി. അപ്പോഴത്തേക്ക് എനിക്ക് കുറേ സമാധാനം വന്നു. അതുവരെ എനിക്കൊട്ടും സമാധാനമില്ലായിരുന്നു. ഞാൻ എൻ്റെ കയ്യിൽ ഒരു കുരിശുണ്ട് എപ്പോഴും പിടിക്കുന്നത്, അത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കും. അത് താഴെ വയ്ക്കുമ്പോൾ എൻ്റെ ശക്തിയല്ല എനിക്ക് ചോർന്നു പോകുന്ന പോലെ തോന്നുമായിരുന്നു. പക്ഷെ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോയപ്പോഴത്തേക്കും സമാധാനമായി. വീണ്ടും ഞങ്ങൾ പോയി. പിറ്റേ ദിവസം ഇവന് വേണ്ടി ഓപ്പറേഷൻ നടത്തി. 6.5 മണിക്കൂറുണ്ടായിരുന്നു സർജറി. രാവിലെ 9 മണിക്ക് കയറ്റിയിട്ട് വൈകിട്ട് 6 മണി കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ ഞങ്ങളോടൊരു വിവരം ഇവൻ്റെ പറയുന്നത്. ഇവന് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ട്, അതുകൊണ്ട് സർജറിയിലൊക്കെ കുറേ റിസ്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. റിസ്ക് ഉണ്ട്, സൈഡ് എഫക്റ്റ് ഉണ്ട്, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ ഒരു കുഴപ്പവും ഇല്ലാതെ സർജറി എല്ലാം നല്ല സ്റ്റേബിളായിട്ട് പോയി, ഒരു പ്രശ്നവും ഉണ്ടായില്ല. ഡോക്ടർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു സർജറി നടന്നു, ഒരു പ്രശ്നമില്ലായിരുന്നു, ബ്ലീഡിംഗ് ഒന്നും ഇല്ലായിരുന്നു, ബ്ലഡൊന്നും കൊടുക്കേണ്ടി വന്നില്ല. പിന്നെ അവനെ വിളിച്ചു, അവൻ്റെ പേര് പറഞ്ഞു, കയ്യും കാലും എല്ലാം അനക്കുന്നുണ്ട്, ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ സർജറി കഴിഞ്ഞു. 3 ദിവസത്തോളം ICU കിടത്തി. പെട്ടെന്ന് തന്നെ അതുപോലെ 4-5 ലക്ഷം രൂപയോളം ആകുമെന്നാണ് പറഞ്ഞത്. ആ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസ പോലും ഉണ്ടായിരുന്ന സമയമല്ലായിരുന്നു. പക്ഷേ അതെല്ലാം ഞങ്ങളുടെ സഹോദരങ്ങളും ബന്ധുക്കളും തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. അവർ പറഞ്ഞ അത്രയും പൈസയൊന്നും ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലായില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോന്നു. അതുവഴി എൻ്റെ മോൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഒത്തിരി മാറ്റം വന്നു. ആ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്ന അന്ന് തൊട്ട് അവൻ രാവിലെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഓൺലൈനിൽ കുർബാന കൂടുന്നുണ്ടായിരുന്നു. രാവിലെ എണീറ്റ് കുർബാന കൂടും, തിരുവചനം വായിക്കും, കുറേയും കൂടെ വിശുദ്ധിയോടെ ജീവിക്കാനുള്ള കൃപ കിട്ടി. അങ്ങനെ മാതാവ് ഞങ്ങളെ ഒത്തിരിയേറെ അനുഗ്രഹിച്ചു. അപ്പം എനിക്ക് കുറച്ച് അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ഈ അനുഗ്രഹത്തിന് ഞാൻ ഒത്തിരി നന്ദി പറയും. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു, അമ്മ എൻ്റെ മോനെ ഞാൻ ഈ സന്നിധിയിൽ കൊണ്ടുവന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാന്ന്. പിന്നെ എനിക്ക് കുറേ നാളായിട്ട് എൻ്റെ വലത് ബ്രസ്റ്റിലൊരു വേദനയായിരുന്നു. അപ്പം ഞാനൊരു 2-3 ആഴ്ച മുമ്പ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോയി ഒന്ന് കാണിച്ചു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഒന്ന് മാമോഗ്രാം ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മാമോഗ്രാം ചെയ്തു. മാമോഗ്രാം ചെയ്തപ്പം വലത് ബ്രസ്റ്റിൽ പ്രശ്നമില്ല, പക്ഷേ ഇടത് ബ്രസ്റ്റിൽ ചെറിയൊരു തടിപ്പ് പോലെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ടെസ്റ്റും കൂടെ ചെയ്യാൻ അവരെന്നോട് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് ചെയ്യാനായിട്ട് പോയി നിന്ന്. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു 10,000 രൂപയാണ് ആ ടെസ്റ്റിന്. ആ ടെസ്റ്റ് ചെയ്തിട്ട് ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വിഷമവും, എത്രയും പൈസ വേണമല്ലോ എന്ന് ഓർത്ത്. എന്നാലും ഞങ്ങൾ തിരിച്ചു പോന്നു, പിന്നെ വരാമെന്നും പറഞ്ഞ്. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പിള്ളേർ സമ്മതിക്കത്തില്ല, വേഗം തന്നെ ചെയ്യാൻ പറഞ്ഞ് അപ്പം തന്നെ വിളിച്ച് ബുക്ക് ചെയ്ത് വീണ്ടും ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോയി. അപ്പോൾ അതിന് പോകുന്നതിന് മുമ്പ് ഞാൻ കൃപാസനത്തിൽ ഉപ്പെടുത്ത് ഞാൻ എൻ്റെ ബ്രസ്റ്റിൽ തേച്ച് പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. എൻ്റെ ഉടമ്പടി കാശ് രൂപം എടുത്ത് ഞാൻ എൻ്റെ പാൻറ്റിൽ കുത്തിവെച്ച്. അപ്പം ഞാൻ എന്നിട്ട് അവിടെ ചെന്നു, അവർ എന്നെ റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഡോക്ടർ ആ റിസൾട്ട് നോക്കിയിട്ട് പറഞ്ഞു ഇത് വലിയ കുഴപ്പമൊന്നുമില്ലോ, ബയോപ്സിയുടെ ആവശ്യമില്ല, ഞാനൊന്നുകൂടെ നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് വേഗം തന്നെ നോക്കി വെച്ചിട്ട് ഡോക്ടർ പറഞ്ഞു ഇത് ബയോപ്സിയുടെ ഒന്നും ആവശ്യമില്ല, ഒരു കുഴപ്പമില്ല, ഒരു ഗുളിക തരാം, അതൊരു 3 മാസം കഴിച്ചാൽ മതി, വിറ്റാമിൻ ഗുളികയാണ്, അത് കഴിച്ചാൽ മതി, അതെല്ലാം മാറിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ അതും മാറ്റിത്തന്ന് അനുഗ്രഹിച്ചു. പിന്നെ അതുപോലെ എനിക്ക് ചുമയായിരുന്നു, മാസങ്ങളായിട്ട് ഡിസംബർ മാസത്തിൽ തുടങ്ങിയ ചുമയാണ്. എനിക്ക് എന്ത് മരുന്ന് കഴിച്ചാൽ കുറേ മരുന്നുകളെല്ലാം മാറി മാറി കഴിച്ചു, പക്ഷേ കുറഞ്ഞില്ല. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ മരുന്നാണ് ലാസ്റ്റ് എന്ന് കഴിച്ചത്. എന്നിട്ട് വീണ്ടും ഞാൻ ഈ ലാസ്റ്റ് പോകുന്ന സമയത്തിന് മുമ്പെല്ലാം ഞാൻ ഈ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി പ്രാർത്ഥന എല്ലാ പ്രാവശ്യവും ഞാൻ കൂടും. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചെൻ്റെ അമ്മയെ ഈ ചുമ എനിക്കൊന്ന് മാറ്റിത്തരണേ, കാരണം ഞാൻ അത്ര ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു രാത്രി സമയങ്ങളിലൊക്കെ ചുമ കാരണം. ഈ പ്രാവശ്യത്തെ ഉടമ്പടി ധ്യാനവും കൂടിക്കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴേ എൻ്റെ ചുമ മാറി, എനിക്കിപ്പം നല്ല സമാധാനം കിട്ടി. എൻ്റെ പേര് ലീലാമ്മ ആൻ്റണി. ഞാൻ ഗുജറാത്തിൽ നിന്ന് വരുന്നു. 2019 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ മകൾക്ക് കല്യാണം കഴിഞ്ഞ് 10 വർഷമായി, മക്കളില്ലായിരുന്നു. ഇപ്പോൾ അവൾ പ്രഗ്നൻ്റാണ്, 8 മാസമായി, ദുബൈയിലാണ്. പിന്നെ രണ്ടാമത്തെ അനുഗ്രഹം, എൻ്റെ മകൻ ഒരു ഹിന്ദുവിൽ നിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അവൻ്റെ വിവാഹം പള്ളിയിൽ വെച്ച് നടക്കുവാൻ അമ്മ മാതാവ് സഹായിച്ചു.
അവനൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ മാമോദിസ മുക്കുവാനും ഉടമ്പടി വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതും എനിക്ക് സഹായിച്ചു. എനിക്ക് 4-5 വർഷമായിട്ട് നടുവിന് വേദനയും എൻ്റെ വലത്തുമുട്ടിന് വേദനയുമായിരുന്നു. ബെൽറ്റ് ഇട്ടുകൊണ്ടായിരുന്നു ഞാൻ നടന്നിരുന്നത്. അത് ഉടമ്പലി തൈലവും ഉപ്പും ഉപയോഗിച്ച് എൻ്റെ പൂർണ്ണമായിട്ട് മാറി. എനിക്കിപ്പോൾ 4 മണിക്കൂർ ഞാൻ ഇവിടെ ബസ്സിലിരുന്ന് വന്നിട്ടും എനിക്കൊരു വേദനയും ഇല്ല.